പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. ഇന്ന് ജൂൺ 26 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ജൂൺ 26 ഇന്ന് വേൾഡ് ആന്റി ഡ്രഗ് ഡേ ആചരിക്കുന്നു. മിക്കവാറും എല്ലാ സ്കൂളിലും കാണാൻ സാധിക്കും. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ഫ്ലാഷ് മോബ് അല്ലെങ്കിൽ അവയർനെസ് ക്ലാസ്സുകൾ നടക്കുന്ന ഒരു ദിവസമാണ് ജൂൺ 26 വേൾഡ് ആന്റി ഡ്രഗ് ഡേ. അതേപോലെ തന്നെ ഇന്റർനാഷണൽ ഡേ എഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇല്ലിസിറ്റ് ട്രാഫിക്കിംഗ് എന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നു. 1989 ജൂൺ 26 യുണൈറ്റഡ് നേഷൻ ഇത് ആചരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതായത് ഇന്റർനാഷണൽ ഡേ എഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇല്ലിസിറ്റ് ട്രാഫിക്കിംഗ്, മയക്കുമരുന്ന് ദുരുപയോഗത്തിനും അനധികൃത കടത്തിനും എതിരായ അന്താരാഷ്ട്ര ദിനം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയാനുള്ള ഒരു ആകാംക്ഷ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് നമ്മുടെ അപ്ഡേഷൻസ് ആണ്. ഓരോ പരീക്ഷകൾ നമുക്കത് എപ്പോഴും സഹായിക്കുകയുള്ളൂ. ജേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 18ാം ലോകസഭയിൽ ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് കേരളത്തിൽ നിന്ന് സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ആരാണ്? കൊടിക്കുന്നിൽ സുരേഷ്. ജൂൺ 26 ഇത് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ജൂൺ 26 വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം 18ാമത്തെ ലോകസഭയിലേക്കുള്ള സ്പീക്കറിനെ ഇലക്ട് ചെയ്യുന്ന ഒരു ദിവസമാണ് ജൂൺ 26. ഈ ഒരു മത്സരം ഇന്ത്യ ബ്ലോക്കിന്റെ കൊടിക്കുന്നിൽ സുരേഷും NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഓം ബിർളയും തമ്മിലാണ്. 8 പ്രാവശ്യം കോൺഗ്രസ് MP ആയിരുന്നു കൊടിക്കുന്നിൽ സുരേഷ്. മാവലിക്കര പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ. ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഒരു മത്സരം നടന്നിട്ടുള്ളത് 1952, 67, 76ലാണ്. 1952 GV മൗലങ്കാർ ആണ് കോൺഗ്രസിന്റെ ശങ്കർ ശാന്താറാം മോറെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത്. 1952 GV മൗലങ്കാർ. ആദ്യത്തെ ഇന്റർനാഷണൽ ഡയറി ഫെഡറേഷൻ റീജിയണൽ ഡയറി കോൺഫറൻസ് ഏഷ്യ പസഫിക് 2024 ഏത് സ്ഥലത്താണ് നടക്കുന്നത്? കൊച്ചി. ഫസ്റ്റ് ഇന്റർനാഷണൽ ഡയറി ഫെഡറേഷൻ IDF റീജിയണൽ ഡയറി കോൺഫറൻസ് നടക്കാൻ പോവുകയാണ്. ഏഷ്യ പസഫിക് 2024 എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു കോൺഫറൻസ് നടക്കുന്നത് കൊച്ചിയിലാണ്. അപ്പോൾ കൊച്ചിയിൽ ഈയടുത്ത് നടന്നിട്ടുള്ള ഒരു വലിയൊരു കോൺഫറൻസ് ആയിരുന്നു അന്റാർട്ടിക്കയെ ബന്ധപ്പെട്ട ഒരു കോൺഫറൻസ്. ഇത് സൂചിപ്പിക്കുന്നത് കൊച്ചി നല്ലൊരു ഹബ് ആണ്. അതായത് ഇന്റർനാഷണൽ കോൺഫറൻസുകൾ നടത്താൻ പറ്റുന്ന ഒരു നല്ലൊരു ഫെസിലിറ്റീസ് ആണ് കൊച്ചിയിലുള്ളത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ കഴിഞ്ഞ മാസം നടന്നിട്ടുള്ള അന്റാർട്ടിക്കയെ ബന്ധപ്പെട്ട ഒരു കോൺഫറൻസും ഇപ്പോൾ രണ്ടാമത്തെ കോൺഫറൻസ് ആണിത്. അതായത് IDF റീജിയണൽ ഡയറി കോൺഫറൻസ്. ഈ ഒരു കോൺഫറൻസ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് യൂണിയൻ മിനിസ്ട്രി ഓഫ് ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിംഗ്, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് NDDBയും ഇന്റർനാഷണൽ ഡയറി ഫെഡറേഷൻ IDF ആണ്. ഈ കോൺഫറൻസിന്റെ തീം ആണ് ഫാർമർ സെൻട്രിക് ഇന്നോവേഷൻ ഇൻ ഡയറിംഗ്. ഏതാണ്ട് 20 രാജ്യങ്ങളിൽ നിന്നുള്ള 1000ഓളം പാർട്ടിസിപ്പൻസ് ആണ് ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുക. ജൂൺ 26 മുതൽ 28 വരെ IDF റീജിയണൽ ഡയറി കോൺഫറൻസ് ഏഷ്യ പസഫിക് നടക്കാൻ പോകുന്നത് കൊച്ചിയിലാണ്. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് ശേഷം ആർമി ഉപമേധാവി ആരായിരിക്കും? ലഫ്റ്റനന്റ് ജനറൽ NS രാജ സുബ്രഹ്മണി. ഇന്ത്യൻ ആർമിയുടെ പുതിയ വൈസ് ചീഫ് ആയിട്ട് ലഫ്റ്റനന്റ് ജനറൽ NS രാജമണിയെ അപ്പോയിന്റ് ചെയ്തും അദ്ദേഹം ഇപ്പോൾ ആർമി സെൻട്രൽ കമാൻഡിന്റെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഫീസറാണ്. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇപ്പോഴത്തെ വൈസ് ചീഫ് ആണ്. ഈ വരാൻ പോകുന്ന ജൂൺ 30 ഇപ്പോഴത്തെ ആർമി ചീഫ് ആയിട്ടുള്ള ജനറൽ മനോജ് പാണ്ഡെ റിട്ടയർ ചെയ്യുകയാണ്. ആ ഒരു സ്ഥാനത്തേക്കാണ് ഇപ്പോഴത്തെ വൈസ് ചീഫ് ആയിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥാനമായിട്ടുള്ള വൈസ് ചീഫ് എന്ന പൊസിഷനിലേക്കാണ് ലഫ്റ്റനന്റ് ജനറൽ NS രാജ സുബ്രഹ്മണി വരാൻ പോകുന്നത്. അപ്പോൾ ജൂൺ 30 കഴിഞ്ഞാൽ ആർമിയുടെ ചീഫ് ആയിരിക്കുള്ളൂ ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. T20യിൽ 200 സിക്സറുകൾ നേടുന്ന ആദ്യ കളിക്കാരൻ ആരാണ്? രോഹിത് ശർമ്മ. T20 ഇന്റർനാഷണൽ സൂപ്പർ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ 200 സിക്സറുകൾ നേടുന്ന ആദ്യ കളിക്കാരൻ രോഹിത് ശർമ്മയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഫസ്റ്റ് ബാറ്റർ ഇൻ ദ വേൾഡ് 200 സിക്സ് തികച്ചിട്ടുള്ള T20 ഇന്റർനാഷണൽ മത്സരങ്ങളിൽ 200 സിക്സ് നേടിയിട്ടുള്ള ഒരേ ഒരു താരം. ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരത്തിലാണ് രോഹിത് ശർമ്മ ആദ്യത്തെ പ്ലെയർ, അതായത് 200 സിക്സ് അടിക്കുന്ന പ്ലെയർ ആയിട്ട് മാറിയിട്ടുള്ളത്. ഈ മത്സരം നടന്നിട്ടുള്ളത് സെന്റ് ലൂസിയ എന്ന സ്ഥലത്ത് ഡാരൻ സാമി നാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ്. ഇപ്പോൾ US വെസ്റ്റ് ഇൻഡീസ് ആണ് വേൾഡ് കപ്പ് T20 ഇന്റർനാഷണൽ അതിന്റെ ആതിഥ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മത്സരത്തിൽ വെച്ചാണ് ഓസ്ട്രേലിയക്കെതിരെ രോഹിത് ശർമ്മയുടെ ഈ റെക്കോർഡ് വന്നിട്ടുള്ളത്.
തൊട്ടുപുറകെ ന്യൂസിലാൻഡിന്റെ മാർട്ടിൻ ഗുപ്റ്റിലാണ് 173 സിക്സുകൾ. ഇന്ത്യൻസിനാണെങ്കിൽ മറ്റ് രണ്ടുപേരുണ്ട്, അതായത് 100 സിക്സിന് മുകളിൽ ഉള്ള രണ്ടുപേർ ആണ്. ഒന്ന് സൂര്യകുമാർ യാദവ് 129 സിക്സ്, വിരാട് കോഹ്ലി 121 സിക്സ്. എല്ലാ ഫോർമാറ്റ്, അതായത് വൺ ഡേ ഇന്റർനാഷണൽ, T20, ടെസ്റ്റ് എന്നിവയിൽ ഏറ്റവും കൂടുതൽ സിക്സ് നേടിയിട്ടുള്ള ക്രിക്കറ്റ് താരമാണ് രോഹിത് ശർമ്മ. 600 സിക്സ് ആണ് നേടിയിട്ടുള്ളത്. വേൾഡ് ക്രാഫ്റ്റ് കൗൺസിൽ വേൾഡ് ക്രാഫ്റ്റ് സിറ്റിയായി ഔദ്യോഗികമായി അംഗീകരിച്ച ജമ്മു കാശ്മീരിലെ ഏത് സ്ഥലമാണ്? ശ്രീനഗർ. ഇപ്പോൾ ശ്രീനഗറിനെ വേൾഡ് ക്രാഫ്റ്റ് കൗൺസിൽ വേൾഡ് ക്രാഫ്റ്റ് സിറ്റിയായിട്ട് അംഗീകരിച്ചു. ഈ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഒഫീഷ്യലി സിറ്റി ഓഫ് ലിറ്ററേച്ചർ കോഴിക്കോട് സിറ്റിയെ യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ വേൾഡ് ക്രാഫ്റ്റ് കൗൺസിൽ വേൾഡ് ക്രാഫ്റ്റ് സിറ്റിയായിട്ട് ശ്രീനഗറിനെ തിരഞ്ഞെടുത്തു. ജമ്മു കാശ്മീരിന്റെ ക്യാപിറ്റൽ ആണ് ശ്രീനഗർ. വേൾഡ് ക്രാഫ്റ്റ് സിറ്റി എന്ന പേരിൽ അറിയപ്പെടും. ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡിക്രാഫ്റ്റിന്റെ ഇനത്തിലാണ് ഈ ഒരു അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഏതാണ്ട് 4000 വർഷത്തിന് പഴക്കമാണ് ശ്രീനഗറിലെ ഇത്തരത്തിലുള്ള ഹാൻഡ്ലൂം അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റുകൾക്കുള്ള പേര് കേട്ടിട്ടുള്ള ഒരു സ്ഥലം. അതായത് 14th സെഞ്ചുറിയിൽ പേർഷ്യൻസ് ആണ് ശ്രീനഗറിലെ ഇത്തരത്തിലുള്ള ഹാൻഡിക്രാഫ്റ്റ്സ്, ഹാൻഡ്ലൂംസ് എന്നിവ പ്രചരിപ്പിക്കുകയും ഇന്നിപ്പോൾ ശ്രീനഗർ ഇന്ന് വേൾഡ് ക്രാഫ്റ്റ് സിറ്റിയായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യാൻ കാരണം ഇത്തരത്തിലുള്ള വളരെ നല്ലൊരു ചരിത്രമാണ് ജമ്മു കാശ്മീരിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ശ്രീനഗറിന് ഉള്ളത്. 2024 കണക്കനുസരിച്ച് രാഷ്ട്രതലവനായോ ഗവൺമെന്റിന്റെ തലവനായോ പ്രവർത്തിക്കാൻ ഇതുവരെ എത്ര രാജ്യങ്ങൾ ഒരു സ്ത്രീയെ അനുവദിച്ചിട്ടുണ്ട്? 26 രാജ്യങ്ങൾ. അതായത് 26 രാജ്യങ്ങളിൽ മാത്രമേ ഇപ്പോൾ ഒരു രാഷ്ട്രത്തിന്റെ ഹെഡായിട്ട്, പ്രസിഡന്റായിട്ട് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അനുവദിച്ചിട്ട രാജ്യങ്ങളാണ് 26 രാജ്യങ്ങൾ. ഇന്ന് 113 രാജ്യങ്ങളിൽ പറയുമ്പോൾ ഇതുവരെയായിട്ടും ഒരു സ്ത്രീ പോലും ആ ഒരു ഹെഡായിട്ടോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ സ്ഥാനത്തേക്കോ എത്തിയിട്ടില്ല. കേവലം 26 രാജ്യങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ ഒരു സ്ഥാനം നൽകിയിട്ടുള്ളത്. ഈ റിപ്പോർട്ട് അറിയിച്ചിട്ടുള്ളത് യുണൈറ്റഡ് നേഷൻ വുമൻസ് ഗ്ലോബൽ ഡാറ്റയുടെ വുമൻസ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് 2024 എന്ന ഒരു വിഷയത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഡാറ്റ പുറത്തിറക്കിയിട്ടുള്ളത്. യുണൈറ്റഡ് നേഷൻ വുമൻസ് ഗ്ലോബൽ ഡാറ്റ പ്രകാരമാണ്. ഈ ഒരു കണക്ക് 2024 ജനുവരി 1 തീയതിയിലെ കണക്കനുസരിച്ചുള്ള കണക്കാണത്. ഇന്നലെ ജൂൺ 25 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, രാഹുൽ ദ്രാവിഡിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇന്ത്യയുടെ മുഖ്യ പരിശീലകൻ ആരായിരിക്കും? ഇതിന്റെ ഉത്തരം ഗൗതം ഗംഭീർ. ഈ അടുത്താണ് ഗൗതം ഗംഭീറിനെ ഇന്ത്യയുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഹെഡ് കോച്ച് ആയിട്ട് നിയമിച്ചിട്ടുള്ളത്. ഇപ്പോൾ രാഹുൽ ദ്രാവിഡ് ആണ് ഇന്ത്യയുടെ ഹെഡ് കോച്ച്. ജഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 18ാം ലോകസഭയിൽ ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് കേരളത്തിൽ നിന്ന് സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ആരാണ്? കൊടിക്കുന്നിൽ സുരേഷ്. ആദ്യത്തെ ഇന്റർനാഷണൽ ഡയറി ഫെഡറേഷൻ റീജിയണൽ ഡയറി കോൺഫറൻസ് ഏഷ്യ പസഫിക് 2024 ഏത് സ്ഥലത്താണ് നടക്കുന്നത്? കൊച്ചി. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് ശേഷം ആർമി ഉപമേധാവി ആരായിരിക്കും? ലഫ്റ്റനന്റ് ജനറൽ NS രാജ സുബ്രഹ്മണി. T20യിൽ 200 സിക്സുകൾ നേടുന്ന ആദ്യ കളിക്കാരൻ ആരാണ്? രോഹിത് ശർമ്മ. വേൾഡ് ക്രാഫ്റ്റ് കൗൺസിൽ വേൾഡ് ക്രാഫ്റ്റ് സിറ്റിയായി ഔദ്യോഗികമായി അംഗീകരിച്ച ജമ്മു കാശ്മീരിലെ ഏത് സ്ഥലമാണ്? ശ്രീനഗർ. 2024 കണക്കനുസരിച്ച് രാഷ്ട്രതലവനായോ ഗവൺമെന്റിന്റെ തലവനായോ പ്രവർത്തിക്കാൻ ഇതുവരെ എത്ര രാജ്യങ്ങൾ ഒരു സ്ത്രീയെ അനുവദിച്ചിട്ടുണ്ട്? 26 രാജ്യങ്ങൾ. ഇന്ന് ജൂൺ 26. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ഇന്ത്യസ് റാങ്ക് ഇൻ ടൊബാക്കോ പ്രൊഡക്ഷൻ ഇൻ ദ വേൾഡ്? ലോകത്ത് പുകയില ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്താണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. നമ്മൾ എന്നും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് സമയം കണ്ടെത്തിക്കൊണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.